വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. മരിക്കാത്ത ഓർമ്മകൾ മനസ്സിലുള്ളപ്പോൾ മരണം കൊണ്ടുപോകുന്നത് ശരീരത്തെ മാത്രമാണ്. ആ വാക്കുകളെ ശരിവെക്കുന്നത് പ്രിയപ്പെട്ടവന്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഷിൽന സുധാകർ എന്ന ഭാര്യയാണ്. നിലച്ചിരിക്കാത്ത നേരത്താണ് ഷിൽനയുടെ പ്രിയപ്പെട്ടവൻ സുധാകരനെ മരണം കൊണ്ടുപോയത്. പക്ഷേ ഷിൽനെ ഇന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് സുധാകരന്റെ മരിക്കാത്ത ഓർമ്മകളാണ്. എപ്പോഴും എന്ന പോലെ സുധാകരന്റെ ഓർമ്മകളെ തിരികെ വിളിക്കുകയാണ് ഷിൽന. ഫാദേഴ്സ് ഡേയിലാണ് സുധാകരൻ മാഷിനെ കുറിച്ചുള്ള ഹൃദ്യമായ ഓർമ്മ ഷിൽന പങ്കുവച്ചത്. ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ ആർജവമുള്ള തീരുമാനം മാഷിന്റെ കുട്ടികളെ പ്രസവിക്കണമെന്നുള്ളതായിരുന്നുവെന്ന് ഷിൽന കുറിക്കുന്നു. മാഷിനെ വീണ്ടും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അതല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. അച്ഛനും അമ്മയുമായി ഒരേ സമയം ജീവിക്കേണ്ടി വരുന്നവരെ ഒരിക്കലെങ്കിലും ഓർക്കുക, അവർ അത് അർഹിക്കുന്നുണ്ട്, ഷിൽന കുറിക്കുന്നു. ഷിൽനയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: മാഷ് പോയതിനു ശേഷം ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ആർജവം കൈവന്ന ശേഷം ഞാനെടുത്ത ഏറ്റവും ആദ്യത്തെ തീരുമാനം മാഷിന്റെ കുട്ടികളെ പ്രസവിക്കണം എന്നുള്ളതായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇന്നോളമുള്ളതിൽ ഏറ്റവും ഉചിതവും ശരിയുമായിരുന്നു അതെന്നും ഇന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ചികിത്സ തുടരാൻ തീരുമാനിച്ചപ്പോൾ എന്റെ ഏറ്റവും അടുത്തവർ എന്നോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതാണ്: അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ അറിഞ്ഞുകൊണ്ട് തീരുമാനിക്കുന്നത് അവരുടെ ജീവിതകാലം മുഴുവൻ ചെയ്യുന്ന പാപമല്ലേ എന്ന്. ആഴത്തിൽ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ അങ്ങനെ ചോദിച്ചതിൽ തെല്ലും അതിശയപ്പെടാനില്ല. പക്ഷേ മാഷെ വീണ്ടും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അതല്ലാതെ മറ്റു മാർഗങ്ങൾ എന്റെ മുന്നിൽ ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്നുള്ളത് പോലും അത്രയേറെ അനിശ്ചിതത്വം നിറഞ്ഞതുമായിരുന്നു. അതിനായി ഞാൻ തുഴഞ്ഞ സങ്കടക്കടലുകൾ വിവരിക്കുക തന്നെ അസാധ്യമാണ്. സിസേറിയന് വേണ്ടി തിയേറ്ററിൽ കയറ്റും മുൻപ് മാഷ് അവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു. കുഞ്ഞുങ്ങളെ ആദ്യമായി വാരിയെടുക്കുമ്പോൾ മാഷിന്റെ മുഖത്ത് വിരിയുന്ന സന്തോഷവും ഞാൻ മനക്കണ്ണിൽ കണ്ടു. അച്ഛൻ എന്നൊരു ബിംബം ഇല്ലാത്തൊരു ലോകത്തേക്കാണ് എന്റെ കുട്ടികൾ ജനിച്ചു വീണത്. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും സന്തോഷിക്കാനോ വാവിട്ട് കരയുമ്പോൾ ഒന്ന് കൈമാറിയെടുക്കാനോ അങ്ങനെ ഒരാളെ അവരുടെ ജീവിതത്തിലില്ല. ഇന്നിപ്പോൾ എന്റെ പ്രവൃത്തികൾ കണ്ട് അവര് വളരുന്നു. ഞാൻ എന്റെ അച്ഛനെ അച്ഛ എന്ന് വിളിക്കുന്നത് കേട്ട് അവരും അതുതന്നെ ആവർത്തിക്കുന്നു. ആ അച്ഛ വിളി കേൾക്കുമ്പോൾ തന്നെ ഹൃദയം പലതായി നുറുങ്ങിപ്പോകുന്നു. അത് തിരുത്താൻ പോലും ഞാൻ അശക്തയാണ്. ഇല്ലാത്തവർക്ക് അച്ഛ എന്നുള്ള വിളി തന്നെ അത്രയേറെ ഭാരവും സാന്ദ്രതയും ഉള്ളതാണ്. അച്ഛൻ എന്ന വാക്കിന്റെ ആഴം അളക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. അച്ഛൻ എന്നത് വിങ്ങിൽ തന്നെയാണ്. അച്ഛനും അമ്മയുമായി ഒരേ സമയം ജീവിക്കേണ്ടി വരുന്നവരെ ഒരിക്കലെങ്കിലും ഓർക്കുക, അവർ അത് അർഹിക്കുന്നുണ്ട്. ഇതായിരുന്നു ഷിൽനയുടെ കുറിപ്പ്. വാഹനാപകടത്തിൽ പ്രിയപ്പെട്ടവൻ വിട പറഞ്ഞ് 1 വർഷവും 29 ദിവസം പിന്നിട്ട നാളിൽ അസാധാരണ പ്രണയത്തിനുടമയായ ഷിൽന ലോകത്തിന് സമ്മാനിച്ച പ്രതീക്ഷകളാണ് നിമാമിത്രൻ സുധാകരൻ, നിയ മാൻവി സുധാകരൻ എന്നീ കൃത്രിമ ബീജധാരണം വഴി പിറന്ന ഇരട്ട കുഞ്ഞുങ്ങൾ. KV സുധാകരൻ എന്ന പേര് കേരളത്തിൽ മാധ്യമ ലോകത്തും അക്കാദമിക് വൃത്തങ്ങളിലും എഴുത്തുകാർക്കിടയിലും സുപരിചിതമാണ്. മാധ്യമപ്രവർത്തകനായിരുന്ന കാലത്താണ് തുടർന്നു മുറിഞ്ഞുമുള്ള ഏറെ നാളത്തെ സൗഹൃദത്തിൽ നിന്നും ഷിൽനയുമായി സുധാകരൻ പ്രണയത്തിലാവുന്നത്. കത്തുകൾ വഴിയായിരുന്നു അവരുടെ പ്രണയം. ഈ കാലത്ത് കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നുമെങ്കിലും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോഴും അവർ പരസ്പരം കണ്ടിരുന്നില്ല. ഉള്ളുറപ്പുള്ള ആ പ്രണയത്തിന് കണ്ടുകൊണ്ടിരിക്കേണ്ട ബാധ്യതയില്ലെന്ന് ഇപ്പോൾ ഷിൽന തന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. 11 വർഷം സുധാകരനും ഷിൽനയും ഒരുമിച്ച് ജീവിച്ചു. അതിനിടെ സുധാകരൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ മലയാളി വിഭാഗം അധ്യാപകനായി, ഷിൽന ഫെഡറൽ ബാങ്ക് ലോൺ വിഭാഗം മാനേജരും. 11 വർഷം കാത്തിരുന്നിട്ടും പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. 3 വർഷങ്ങൾക്ക് മുൻപ് ആശുപത്രിയിൽ ബീജം ഫ്രീസ് ചെയ്തു വെച്ചു. 2 തവണ IVF ചെയ്തു. ഒന്നും ഫലം കണ്ടില്ല. എങ്കിലും നിരാശരാവാതെ അവർ ചികിത്സ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു കുഞ്ഞെന്ന അടങ്ങാത്ത ആഗ്രഹവുമായി 2017 ഓഗസ്റ്റ് 15 അന്ന് ഡോക്ടറെ കാണാൻ ബുക്ക് ചെയ്തിരുന്നു. കോഴിക്കോട് AMRCയിലാണ് ചികിത്സ. അധ്യാപകന്റെ ഭാഗമായുള്ള റിഫ്രഷർ കോഴ്സിൽ പങ്കെടുത്ത് നിലമ്പൂരിൽ നിന്നും മടങ്ങുകയായിരുന്നു സുധാകരൻ. വൈകുന്നേരം കോഴിക്കോടെത്തുമെന്ന് ഷിൽനയെ വിളിച്ചു പറഞ്ഞു. ആ സമയത്തേക്ക് കോഴിക്കോടെത്താൻ കണ്ണൂരിൽ നിന്ന് ഷിൽന ട്രെയിൻ കയറി. അത് പറയാൻ സുധാകരനെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വടകര എത്തിയപ്പോൾ ഷിൽനയെ അച്ഛൻ ഫോണിൽ വിളിച്ചു. തനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായെന്നും വടകരയിൽ ഇറങ്ങി വീട്ടിലേക്ക് ചെല്ലാനും സ്റ്റേഷനിൽ ഇളയച്ചൻ വരുമെന്നും പറഞ്ഞു. വടകരയിൽ ഇറങ്ങി ഇളയച്ചനൊപ്പം കണ്ണൂരിലെത്തിയ ഷിൽനയെ കാത്ത് അച്ഛൻ നിന്നിരുന്നു. കാഴ്ചയിൽ പരിക്കൊന്നുമില്ല. എങ്കിലും ആശുപത്രിയിൽ കാണിക്കണമെന്ന് പറഞ്ഞ് കാറിൽ ഷിൽനയും കൂട്ടി പരിയാരം ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. കാറിൽ വെച്ചാണ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്റെ കുടുംബചിത്രം ഷിൽന കാണുന്നത്. ഒപ്പം ബ്രണ്ണൻ കോളേജിലെ അധ്യാപകൻ വാഹനാപകടത്തിൽപ്പെട്ടു എന്ന വാർത്തയും. അപ്പോൾ ബോധരഹിതയായ ഷിൽന പിറ്റേ ദിവസമാണ് കണ്ണു തുറക്കുന്നത്. അന്ന് സുധാകരന്റെ മൃതദേഹം ബ്രണ്ണൻ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയായിരുന്നു. നിലമ്പൂരിൽ നിന്ന് മടങ്ങുവഴിയാണ് വാഹനാപകടത്തിൽ സുധാകരൻ മരണപ്പെട്ടത്. അപ്പോഴും പക്ഷേ ഷിൽനയോട് അത് പറയാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം നേവിയിലുള്ള അനിയൻ അത്ര ദൂരം നിന്ന് വന്നപ്പോഴാണ് ഷിൽന അറിയുന്നത് തന്റെ പ്രാണന്റെ പാതി ഇപ്പോൾ
ലോകത്തില്ല എന്ന്. സുധാകരന്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനാണ്. മകന്റെ മരണവാർത്തയോടെ അവർ തകർന്നുപോയി. മൃതദേഹം ദഹിപ്പിക്കാനെടുക്കുന്ന നേരത്ത് ഷിൽനയ്ക്ക് തോന്നി സുധാകരന് തന്റെ പ്രണയം കൊണ്ട് വീണ്ടും ജീവനെടുത്തേ പറ്റൂ എന്ന്. അടുത്ത ദിവസം ഷിൽന അനുജനോട് പറഞ്ഞു തനിക്ക് ചികിത്സ തുടരണമെന്ന്. ഷിൽനയുടെ തീരുമാനത്തിന് വീട്ടുകാർ സമ്മതം മൂളി. തന്റെ ഏക മകനെ നഷ്ടപ്പെട്ട സുധാകരന്റെ അമ്മ ആ തീരുമാനമറിഞ്ഞ് ഷിൽനയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ചികിത്സാ കാലത്ത് ഫ്രീസ് ചെയ്തു വെച്ചിരുന്ന ബീജം ഉപയോഗിച്ച് മൂന്നാമതും IVF നടത്താൻ ഷിൽന തയ്യാറായി. ആശങ്കകളും ഭയവും പ്രകടിപ്പിച്ചവരോട് തന്റെ തീരുമാനം ഉറച്ചതാണെന്ന് ഷിൽന പറയാതെ പറഞ്ഞു. ആ കരളുറപ്പിന് മുൻപിൽ ഒപ്പം നിൽക്കുക മാത്രമേ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ആ ചികിത്സ ഫലം കണ്ടു. ഷിൽന ഗർഭം ധരിച്ചു. 2018 സെപ്റ്റംബർ 13 ഉച്ചയ്ക്ക് കണ്ണൂർ കൊയിലി ആശുപത്രിയിലെ പ്രസവമുറിയിൽ ശസ്ത്രക്രിയയിലൂടെ അവരെ പുറത്തെടുത്തു. സുധാകരന്റെയും ഷിൽനയുടെയും അനുപമമായ പ്രണയത്തിൽ പിറന്ന നക്ഷത്രപ്പൂക്കളെ. അവരെ നെഞ്ചോട് ചേർത്ത് സുധാകരന്റെ അമ്മ കണ്ണിറയെ ചിരിച്ചു. ഒരു വർഷത്തിന് ശേഷം അപ്രതീക്ഷിതമായ ജീവിതത്തിന്റെ ഒരിടനാഴിയിൽ വെച്ച് കൈകോർത്ത് നടന്നിരുന്ന ആൾ പിരിഞ്ഞു പോവുകയും തനിച്ചു പോവുകയും ചെയ്യുക. മുൻപോട്ട് എന്താണെന്ന ചോദ്യത്തിന് മുൻപിൽ പകച്ചു പോവുക. എന്നിട്ടും പ്രണയക്കരുത്തോടെ പിരിഞ്ഞുപോയവന്റെ വിത്തുകളെ ധ്യാനത്തിലെന്ന വണ്ണം സൂക്ഷ്മമായി മുളപ്പിച്ചെടുക്കുക. ഷിൽന നിങ്ങൾക്ക് മുൻപിൽ കാലത്തിന്റെ കളികൾ അപ്രസക്തമായി പോകുന്നു. മരണം പോയി തുലയട്ടെ, പ്രണയം ജയിക്കട്ടെ. തന്റെ ഫേസ്ബുക്ക് പേജിൽ ഷിൽന അന്ന് കുറിച്ചത് ഇതായിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.